അപ്പോൾ അച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ കൊടുത്ത സർപ്രൈസാണ്. അവൾ വലിയ സർപ്രൈസ് ആയിട്ട് ആയിട്ടില്ല, കാരണം അവൾ ഓൾറെഡി ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി 12 മണിക്ക് കേക്ക് കട്ട് ചെയ്തു. 16th ബർത്ത്ഡേ ആയതുകൊണ്ട് 16 ക്യാൻഡിൽ അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് വാങ്ങിയത്. അവളുടെ ഡ്രസ്സിൻ്റെ കളർ മൗവ കളർ ആക്കാൻ പറഞ്ഞേ, പക്ഷെ ആ കളറല്ല, ലാവൻഡർ കളറാണ് പക്ഷെ അവരാക്കി തന്നത്. പിന്നെ ബാക്കിൽ എല്ലാ അച്ഛനും അമ്മയും ഡെക്കറേറ്റ് ചെയ്ത് ഞാനും അനിയത്തിയും അവർ വിളിച്ചപ്പോൾ കയറി വന്നതേ ഉള്ളൂ. ഇത്തവണ അവൾ ഡൗട്ട് അടിക്കാതെ ഞങ്ങളെല്ലാം സൂക്ഷ്മതയോടെ ഒന്ന് കൈകാര്യം ചെയ്തേ. ഒന്നാമത് അവൾ ഇച്ചിരി എക്സാം ആയിരുന്നു പിറ്റേ ദിവസം, അതിൻ്റെ കുറച്ച് ടെൻഷനിലുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അതിൻ്റെ ഇടയ്ക്ക് ഡെക്കറേഷൻ്റെ സാധനം എല്ലാം പൊട്ടി വീണു. അത് പിന്നെയും നേരാക്കുന്നതിൻ്റെ ഇടയിൽ അവൾ തന്നെ കേക്ക് ഫസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ യൂഷ്വലി നമ്മൾ കേക്ക് കട്ട് ചെയ്തത് അവിടെ ഇവിടെയും വായിലിട്ട് കൊടുക്കുന്ന പോലെ അച്ഛന് കൊടുത്തു കഴിഞ്ഞ് അടുത്തത് അമ്മക്ക് കൊടുത്തു. ഞാൻ ക്യാമറ ഷൂട്ടിങ്ങിൽ തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അവൾക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിയ ഗിഫ്റ്റ് അച്ഛനും അമ്മയും അവർ ഗിഫ്റ്റ് കൊടുത്തു. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഗിഫ്റ്റ് കൊടുത്തു. ഇത് കഴിഞ്ഞ് പിന്നെ ഇന്നത്ര പരിപാടികളുണ്ടായിരുന്നുള്ളൂ. അവളിത് പൊട്ടിച്ച് നോക്കി. ഇത് അച്ഛനമ്മയും കൊടുത്ത ഡ്രസ്സാണ്, ഇത് ഞാൻ കൊടുത്ത ഡ്രസ്സ്. അത് പൊട്ടിച്ച് നോക്കി, അവൾക്ക് രണ്ടും ഇഷ്ടമായി. പിന്നെ അത് ഞങ്ങൾ കാശി, കുഞ്ഞാറ്റ, പിന്നെ മാമി ഇവരൊക്കെ വന്നു, ഗിഫ്റ്റ് കൊണ്ടുവന്നു. മാമി ഡ്രസ്സ് വാങ്ങിക്കൊടുത്തേ. പിള്ളേർ രണ്ടുപേരും ലെറ്റർ എഴുതിയ, ഇത് കാശി എഴുതിയതാണ്. അവൻ 3 കോലുമുട്ടായും പിന്നെ ലെറ്റർ ഇച്ചിരി പേഴ്സണലാണെന്ന് പറഞ്ഞിട്ട് വെച്ചു. ഇത് കുഞ്ഞാറ്റ കൊടുത്തേ, നബാട്ടി ചോക്ലേറ്റ്സ്, ലോലിപോപ്പ്, പിന്നെ പേഴ്സണലായിട്ട് അവൾക്ക് മാത്രം ലെറ്റർ. ഇതാണ് മാമി കൊടുത്ത ഡ്രസ്സ്, ഒരു ജീൻസിൻ്റെ ടോപ്പ്. അതാണ് മാമിയൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് ഇന്ന് വേറൊരു സർപ്രൈസ് ഉണ്ട്. അവളുടെ ഫ്രണ്ട്സ് എന്നെ വിളിച്ച് ഞങ്ങൾ വരുന്നു, അവളോട് പറയേണ്ട, സർപ്രൈസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ പ്ലാൻ പോലെ അവൾ ഉള്ളിലിരിക്കുന്ന സമയത്ത് ഇവളുടെ ഫ്രണ്ട്സൊക്കെ വന്നു. ഞാൻ കഥക് തട്ടിയിട്ടാകുമ്പോൾ അവൾ സാധാരണ രീതിയിൽ തുറന്ന് നോക്കി. അപ്പോൾ ശരിക്കും അവളുടെ ഫ്രണ്ട്സിനെ കണ്ട് ശരിക്കും സർപ്രൈസായി. അവൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു ഇന്ന് ഫ്രണ്ട്സൊക്കെ വരുന്നു. ഒന്നാമത് വെക്കേഷനിലല്ലേ, അതുകൊണ്ട് തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് അവർ വന്ന് ഗിഫ്റ്റ്സൊക്കെ കൊടുത്തു. ഓരോരാൾ ശരിക്കും സർപ്രൈസ് ആയിരുന്നു. ശ്രേയ അവളുടെ ബാഗിൽ നിന്ന് ഓരോ സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്, തീറ്റേ ഇല്ലാത്ത പോലെ. പിന്നെ അവിടെ നിന്ന് തന്നെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇരിക്കുവാണ്. പിന്നെ അവർ വിശേഷങ്ങൾ പറയലായി. കുറേ നാളായില്ലേ കണ്ടിട്ട്. സ്കൂൾ പൂട്ടിയ പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിൽ അങ്ങനെ കാണാനോ സംസാരിക്കാനോ ഉള്ള അവസരം അവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ മാറിയിരിക്കാണ്ട് പോലും അവിടെ നിന്ന് തന്നെയാണ് സംസാരം. ഗിഫ്റ്റെല്ലാം കയ്യിൽ കിട്ടിയത് എടുത്ത് വെച്ച് അവിടെ നിന്ന് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ ഫ്രണ്ട്സ് അവിടെ പോയി ഇന്ന് ഇവളെ വിളിച്ചു രണ്ടാമത്, ഗിഫ്റ്റ് പൊട്ടിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ അവളും പൊട്ടിക്കാൻ റെഡിയായി ഗിഫ്റ്റ് പാക്ക് എടുത്തുകൊണ്ട് വരുവാണ്. പിന്നെ ഇവൾക്ക് പൊട്ടിക്കാനൊരു ഫോർമാലിറ്റി ഉണ്ട്, മീൻസ് മെല്ലെ പൊട്ടിക്കും. ഈ കവറ് പോലും അവളിങ്ങനെ സൂക്ഷ്മതയോടെ വെക്കും. അതുകൊണ്ട് നല്ല ഫോർമലായിട്ട് മെല്ലെ പൊട്ടിക്കുക. പക്ഷേ ഇത് ഞാനാണെങ്കിൽ ഞാൻ വേഗം ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കും. പക്ഷെ അവൾ മെല്ലെയാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടു നിൽക്കുന്നത് നമുക്ക് തന്നെ മടിയാവുന്നത് ഇങ്ങനെ പൊട്ടിക്കുന്നത് കാണുമ്പോൾ, അത്ര മെല്ലെ. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിൽ വേറെ ന്യൂസ് പേപ്പർ ഉണ്ട്, അത് പൊട്ടി പൊട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ ഗിബ്ലി ഇമേജ്, അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ ഗിബ്ലി ഇമേജിലേക്ക് കൺവേർട്ട് ആക്കി അതിനെ ഫ്രെയിം ചെയ്തിട്ടാണ് ഗിഫ്റ്റ് ചെയ്തത്. അത് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. ഇതേത് ഫോട്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സരിക എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഈ ഗ്രൂപ്പ് ഫോട്ടോ ആണെന്നെല്ലാം പറഞ്ഞ്. പിന്നെ ആ ഗിഫ്റ്റിൽ ബെസ്റ്റ് പാർട്ട് ഏതാണെന്ന് വെച്ചാൽ ഒരു മെമ്മറി ആൽബം പോലെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ പേജസിൽ അവർ ഓരോ മെമ്മറീസ് ആണ് അതിലവർ വെച്ചിട്ടുണ്ടായത്. ആദ്യം പേജ് ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പുറം എഴുതിയിട്ടുണ്ട് കൊറോണ കാലത്ത് ഇവർ എവിടെയോ പോകുമ്പോൾ എടുത്ത ഫോട്ടോഗ്രാഫ്സാണ് അവിടെ ഉള്ളത്. അതിനുശേഷം പിന്നെ ഇവർ 3 പേരും എവിടെയോ വീട്ടിൽ നിന്നെടുത്ത സെൽഫി പോലത്തെ വീഡിയോ, സ്നാപ്ചാറ്റിലെടുത്ത ഫോട്ടോ ആണെന്ന് തോന്നുന്നു ആ ഫോട്ടോസ്. പിന്നീട് ടേൺ ചെയ്യുന്ന സമയത്ത് അവർ സ്പെൻഡ് ചെയ്ത വേറെ ടൈമുകൾ, അതായത് സ്കൂളിലത്തെ യൂണിഫോം ഇട്ട പിക്കും പിന്നെ അതുപോലെ തന്നെ ഇവർ വീട്ടിൽ വന്നപ്പോൾ എടുത്ത പിക്ക് ഉണ്ടായിരുന്നു.
ആ ഗിഫ്റ്റിലെല്ലാം വെച്ച് കമ്പയർ ചെയ്താൽ എനിക്ക് തോന്നുന്നു അവൾക്ക് ബെസ്റ്റായി ഇഷ്ടപ്പെട്ടതും ഈ ഒരു മെമ്മറി ആൽബം തന്നെയാണ്. ശരിയാണ്, നമ്മൾ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ സ്വന്തം എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സാധനത്തിന് വേറെ തന്നെ ഒരു സ്പെഷ്യലായിട്ട് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും. അത് തന്നെയാണ് ഇതിലിപ്പോൾ ഓക്കും ഉണ്ടായേ. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ അങ്ങനെ ഓരോരോ ഡെവലപ്മെൻറ്റൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓരോരോ ഭാഗങ്ങൾ അതിലുണ്ടായിരുന്നു. പിന്നെ അവസാനം ഇവർ 4 പേര്, അതായത് ഇവർ ഉദ്ദേശിച്ചത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ജേർണി. ഫസ്റ്റ് ഇവളും സരിഗയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവള് സരിഗ അനന്യ, പിന്നെ ഇവള് സരിഗ അനന്യ ശ്രേയ, അങ്ങനെ ഇവർ 4 പേരെ ഫ്രണ്ട്ഷിപ്പ് ജേർണി അവിടെ കാണിച്ച്. പിന്നെ സന്തോഷം കൊണ്ടുള്ള സ്നേഹപ്രകടനമായിരുന്നു ഇത് ഇവരുടെ ടൈം സ്പെൻഡ് ചെയ്ത് അവരാടെ ഇതിനെക്കുറിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് കുറേ സമയം ഇരുന്നു. ഇത് അനന്യ അവൾക്ക് വേണ്ടി വരച്ച് കൊടുത്ത ചിത്രമാണ്. ഇത് കഴിഞ്ഞ് ഞാനും മാമീനെയും കൂട്ടി നീലേശ്വരം പോയി. എനിക്ക് ശ്രീ ചേച്ചി ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ചേച്ചിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായ ചേച്ചിയുടെ അച്ഛൻ്റെ കൂടെ ഫോട്ടോ വേണം, അതാക്കി അവരെ വെച്ച്. പിന്നെ ഇവിടെ കുട്ടികൾ ഇവിടെ ഒളിച്ച് കളി കളിക്കുന്നത്, ഹൈഡ് ആൻഡ് സീക്ക്. അപ്പോൾ ഇവർ കളിക്കുമ്പോൾ അതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഇത് കേച്ചർ ആരാന്ന് തപ്പാൻ വേണ്ടി നമ്മൾ ആരെനിക്ക് വെള്ളം തന്നു, വെള്ളം ഞാൻ ചെടിക്ക് ഒഴിച്ചു, ചെടി എനിക്ക് പൂ തന്നു, പൂ ഞാൻ അമ്മ കൊടുത്തു, അമ്മ എനിക്ക് ചോറ് തന്നു, ചോറ് ഞാൻ പട്ടി കൊടുത്തു, പട്ടി എന്നെ കടിച്ചു, ബൗ ബൗ ബൗ. ഈ സംഭവം എണ്ണീറ്റ് ഇവർ ക്യാച്ചറിനെ കണ്ടുപിടിക്കുന്നത്. പിന്നെ കാശിയായിരുന്നു ക്യാച്ചർ. അവനവിടെ എണ്ണാൻ വിട്ട് ഇവരെല്ലാം ഓരോരോ സൈഡിലേക്ക് പോയി ഒളിച്ചു. എന്തായാലും അവൻ ഇവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇവരെക്കാളും ചെറുതാണ്. ഇവരെല്ലാം എത്തേണ്ട സ്ഥലത്തെത്തി. ഞാൻ ക്യാമറയും കൊണ്ട് പോയി ഇവരെ എവിടെ ഇല്ലേ നോക്കാൻ. സരിഗത എത്തി നോക്കുന്നത്. അത് കഴിഞ്ഞ് കളിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി വേറെയും കുറച്ച് ഗിഫ്റ്റ്സ് ഓൺലൈനിൽ ഓർഡർ ചെയ്തതിന് അത് ഞാൻ കട്ടിൻ്റെ അടിയിൽ വെച്ച് അവളോട് പറഞ്ഞെടുക്കാൻ പറഞ്ഞു. ഇനി ഓരോന്നും അവൾ അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാശിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഇങ്ങനെ ബോക്സൊക്കെ കാണുമ്പോൾ പിള്ളേർക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ. അങ്ങനെ ആദ്യം അവൾ എടുത്തപ്പോൾ കമ്മലായിരുന്നു. അതായത് ഇത് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ 12 കമ്മലുണ്ട്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ജനുവരി, ഫെബ്രുവരി, അങ്ങനെ 12 മന്ത്സിൻ്റെ നെയിം ഓരോ മന്തിലിടേണ്ട കമ്മൽ. പിന്നെ മാല, 5 മാലയുണ്ട് അതിനകത്ത്. ഒന്ന് ലെയർ മാലയുണ്ട്, പിന്നെ ഒന്ന് ചോക്കർ പോലെ, അങ്ങനെ 5 ടൈപ്പ് മാല. നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഓക്ക് വേണ്ടി ഓർഡർ ചെയ്തത്. കാരണം അവളങ്ങനെ ക്യൂട്ട്നെസ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ ചെരുപ്പ്, അതൊരു പിങ്ക് കളറ്, പിങ്ക് ലാവൻഡർ മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് ഞാൻ വാങ്ങിയത്. അത് ഡസ്റ്റി പിങ്കിൻ്റെ കളറ്. അത് ചെരുപ്പ് അവൾക്ക് സെറ്റായിരുന്നു. ഞാൻ പേടിച്ചു കുറച്ച് ലൂസോ ടൈറ്റോ ആവുമെന്ന്. പക്ഷേ ആ ചെരുപ്പ് അവൾക്ക് ഓക്കെ ആയിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ വാങ്ങിയതൊരു കോഫി മഗ്. അതായത് ഇത് ക്യൂട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റ്, എനിക്കെന്നെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് അതിൻ്റെ ഫിറ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ പാട്ടായിട്ടുള്ള സാധനം വേണം നമ്മൾ ജോയിൻ ചെയ്ത് ആ പുറത്ത് കാണുന്ന പോലെ ക്യൂട്ട്നെസ് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കാൻ. ഇത് നോക്കി നിന്ന് അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ നോക്കി ഇതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും അവളുടെ ഫ്രണ്ട്സിന് പോകാനായി. അവർ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾക്ക് നല്ല വിഷമമായി. എന്താ വെച്ചാൽ അതുവരെ ഇവിടെ കളിക്കുമായിരുന്നു. അവൾക്ക് മാത്രമല്ല പിള്ളേർക്കും ഒരു വിഷമം. അത് കഴിഞ്ഞ് അവർ പോയി. പിന്നെ ഇതാ സ്നേഹപ്രകടനമായിരുന്നു അവിടെ പോകുന്ന യാത്ര പറച്ചിൽ. അത് കഴിഞ്ഞ് ശ്രീ ചേച്ചി അച്ചുവിന് ഗിഫ്റ്റ് കൊടുക്കാൻ വന്ന് സർപ്രൈസ് ആക്കാമെന്ന് വെച്ച് ഞാൻ അവളെ വിളിച്ചു. ഇത് വിളിച്ചിട്ട് ചേച്ചിനെ കാണുമ്പോൾ എനിക്ക് തോന്നീനേന്ന് അവൾ പറഞ്ഞു. കാരണം 3 പ്രാവശ്യം സർപ്രൈസിന് ഞാൻ വിളിക്കുന്ന സമയത്ത് അച്ചു ഇങ്ങോട്ട് വന്നേ അങ്ങനെയാണ് വിളിച്ചത്. അപ്പോൾ അവൾ യൂഷ്വലി അത് എക്സ്പെക്റ്റ് ചെയ്തു. ചേച്ചി ഫസ്റ്റ് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന്. അപ്പോൾ തലയാട്ടിക്ക് സാറിന് ബാക്കിൽ വലുത് വെച്ചിട്ട് എല്ലാവരും കാണുന്നത് പോലെ വെച്ചിട്ടാണ് ഇത് പറഞ്ഞത്. പിന്നെ ഗിഫ്റ്റ് കൊടുത്തു. ചേച്ചി ഒരു ബ്ലൂ കളറ് നല്ലൊരു കവറുണ്ടായിരുന്നു, അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കവർ ചെയ്ത്. പിന്നെ അത് പൊട്ടിച്ച് നോക്കാനുള്ള തിടുക്കത്തിലാണ്. ഇതും അവൾ മെല്ലെ മെല്ലെ പൊട്ടിക്കും. വെയിറ്റ് ചെയ്ത് നമ്മൾ ഇതാവും. അവസാനം പൊട്ടിച്ച് കഴിഞ്ഞ് ഉള്ളിൽ ചേച്ചി ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ, അതായത് അവൾക്കിനി പഠിക്കേണ്ട ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളാണ് വാങ്ങിയത്. ഗാലക്സി ചോക്ലേറ്റ്സ്, പിന്നെ പെന്ന്, പിന്നെ മാർക്ക്, ഹൈലൈറ്റർ, പക്ഷേ എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ളത്. ഈവൻ നോട്ട്ബുക്സ്, സ്റ്റാപ്ലർ കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. മീൻസ് ഇങ്ങനെ പിങ്ക് കളർ ക്യൂട്ടായിട്ടുള്ള സ്റ്റാപ്ലർ, പിന്നെ ബുക്സ്. ഇതിൻ്റെ ഒക്കെ പ്രത്യേകത വെച്ചാൽ കാർട്ടൂണായിട്ടും ആ കളർ കൊണ്ടും അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുന്നൊരു സാധനമായിരുന്നു. അങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരുന്നു കുറേ സമയം ഇവിടെ നോക്കി. കാരണം ഭയങ്കര ഹാപ്പിയായി ആൾ ഇത് കണ്ടിട്ട്. കാരണം എന്തായാലും സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ക്യൂട്ട് സാധനം കൊണ്ടുപോകുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കണ്ടാലും ഇങ്ങനെ അങ്ങനത്തെ എല്ലാം എടുത്ത് വെക്കും വേറെ തന്നെ. അത് കഴിഞ്ഞ് ഞാൻ ചേച്ചീനെ വിളിച്ചു. ചേച്ചിക്ക് ഈ ഗിഫ്റ്റ് സർപ്രൈസായിട്ട് ഞാൻ ആക്കിയ ഫ്രെയിം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ ആളിരിക്കുന്നത്. പിന്നെ
ഞാനത് കൊടുത്തു. ചേച്ചിയും അച്ചുവിനെ പോലെ തന്നെയാണ്. ഗിഫ്റ്റിൻ്റെ പാക്ക് പൊട്ടിക്കാൻ ഒരുപാട് ടൈം എടുക്കും. ഓരോന്നും നോക്കി മെല്ലെ മെല്ലെ ആ കവറ് സൂക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഓരോ മെല്ലെ മെല്ലെ. ഫസ്റ്റ് തന്നെ ഇത് കൊടുത്തപ്പോൾ സന്തോഷം കൊണ്ടിരുന്നു. പക്ഷെ ചേച്ചി എന്തായാലും ഞാൻ കൊടുത്ത സംഭവം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. ചേച്ചി ഞങ്ങൾ ഒരുമിച്ചുള്ള ഫ്രെയിം എന്നാണ് ചേച്ചി അതുവരെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടനോട് പറഞ്ഞു ഒരുമിച്ചുള്ള ഫ്രെയിം കണ്ട് ഞാൻ കരയൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കേ ചെയ്യൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പൊട്ടിക്കുമ്പോൾ ചേച്ചി മെല്ലെ 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 പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും കുറേ സമയം വെയിറ്റ് ചെയ്ത് മടുത്ത് ഇനിയിപ്പോൾ നോക്കാൻ പോവാന്ന് കണ്ടപ്പോൾ തന്നെ ചേച്ചിക്ക് ഭയങ്കര ഇമോഷനായി, ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം ചേച്ചിയുടെ ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു പിക്ക് വേണം. അങ്ങനെ ഞാൻ മുമ്പേ വരപ്പിച്ചത്. അങ്ങനെ അത് അവസാനം ചേച്ചിക്ക് ഞാൻ ഫ്രെയിം ചെയ്ത് കൊടുത്തു. കുറേ സമയം അതിൽ നോക്കിയിരുന്നു, സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അച്ചുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായോ? ഇതിൽ ബെസ്റ്റ് പാർട്ടായിട്ട് എന്താ തോന്നിയത്? ബൈ.